സിസേറിയൻ എതിരെന്ന് പറയാൻ കാരണം തീരെ നിവൃത്തിയില്ല. അമ്മയ്ക്കും കുട്ടിക്കും പ്രശ്നം ഉണ്ടാവും, അമ്മയുടെ ജീവൻ പോവും. ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ മാത്രമേ നമ്മൾ അതല്ലാതെ നമ്മൾ പർപ്പസീവായി സിസേറിയൻ ആണ് ആരെങ്കിലും ചെയ്യുന്നതെങ്കിൽ കുറെ പേര് എനിക്ക് വേദനിക്കാൻ വയ്യ, സിസേറിയൻ അൺകോൺഷ്യസ് ആയിട്ട് ബോധം കെടുത്തും. നോർമൽ അമ്മ ബോധം കെട്ടാണോ പ്രസവിക്കുന്നത്? എന്തൊരു കഷ്ടമാണ് കാണാം. ഈ കേസ് വന്ന് പറയുന്നതെല്ലാം ആണുങ്ങളാണല്ലോ എന്ന് ഓർക്കുമ്പോഴായി ഇവന്മാരോട് എന്തോ ചെയ്യണം. ഇവരുടെ പ്രശ്നം എന്താ ശരിക്കും? ഈ അഖിൽമാരാറ്, ഈ രജിത്ത് പറയുന്നില്ല എന്താ, ഈ വിവരം കെട്ടവന്മാർ ഇവരെന്തിനാ ഇങ്ങനത്തെ ഇടപെടുന്നേ? ഇവരാരും ഇതൊക്കെ തീരുമാനിക്കാൻ? ചേട്ടാ ഇവന് വല്ല പൈൽസ് വല്ലതും വന്നു കഴിയുമ്പോൾ പെണ്ണുങ്ങൾ പറയാ പൈൽസ് അവിടെ ഇരിക്കട്ടെ, ഞങ്ങളങ്ങനെ പൈൽസ് ഒന്നും കളയാറില്ല, അതിൽ കൂടുതൽ വേന എടുത്താണ് ഞങ്ങൾ പീരിയഡ്സ് ടൈമിൽ വേന എടുക്കാറുണ്ട്, അതുകൊണ്ട് നീ പൈൽസ് സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ അതേപോലെ തോന്നത്തുള്ളൂ. പൈൽസ് എല്ലാവർക്കും ഒരുപോലെ വരുന്നതാണ്. പക്ഷെ ആളുകൾക്ക് മാത്രമായിട്ട് എന്താ പ്രശ്നമുള്ളത്? സ്ത്രീകൾക്ക് മാത്രമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രസവം, പീരിയഡ്സ്, ഈ സംഭവമൊക്കെ ആണുങ്ങൾക്കില്ല. എന്നാൽ ആണുങ്ങൾക്കുള്ളൊരു സാധനം പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പോൾ ഈ കാര്യത്തിൽ എന്തിനാ ഇനി ഈ ഇവന്മാരെന്തോ ശരിക്കും? ഇവർ വേറെ വല്ല പ്രശ്നമുള്ളവരാണ് ഇവർ ശരിക്കും? ഇവരാരാ? ഇവരൊക്കെ ആരാ? ഈ അഖിൽമാർ, ഈ രജിത്ത്, ഇവരെയൊക്കെ ഏഷ്യാനെറ്റിൽ നിന്ന് വലിയ സംഭവമാക്കി ഇറക്കി വിട്ട തെണ്ടികളാണ്, മനസ്സിലായോ? ഇവന്മാരെന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ് ഏഷ്യാനെറ്റുകാർ പറഞ്ഞിറക്കി വിട്ടേക്കുന്നത്, പുറത്തോട്ട് ഇറക്കി വിട്ടേക്കും ഈ സാധനത്തിനെയൊക്കെ. ഇതുവരെ ആൾക്കാർക്ക് മനസ്സിലായില്ല. ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് തീട്ട പരിപാടി, ഊണപ്പരിപാടിക്കകത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വിവരദോഷികളായ 1-2 ആൾക്കാർ, ഇവരെയൊക്കെ കേൾക്കാൻ ആൾക്കാർ, ഇവർ പറയുന്നതിന് പിന്നെ ഇവൻ്റെയൊക്കെ മണ്ടത്തരമൊക്കെ കേൾക്കണം. ഇത്രയും പൊട്ടത്തരം പറയുന്നവന്മാരൊക്കെ എന്ത് ചെയ്യണം? പോട്ടെ, ഇവൻ പറയുന്ന പോലെ അതല്ലെങ്കിലും അങ്ങനെയാണ്. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ളപ്പോഴൊക്കെ ഈ പ്രസവം സിസേറിയൻ എടുക്കത്തുള്ളൂ ഡോക്ടർമാർ. അതുവരെ വെച്ചോണ്ടിരിക്കും, അത് അവർ നോക്കും. മാക്സിമം നോർമലായിട്ട് തന്നെ പ്രസവിക്കാൻ നാച്ചുറൽ ബർത്ത് ആണ് അവർ നോക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കാറുള്ളൂ. അല്ല സിസേറിയൻ എടുക്കണമെന്ന് ഇവിടെ ഒരു ഡോക്ടർക്കും വലിയ നിർബന്ധമൊന്നുമില്ല. ഒരുപാടങ്ങ് പ്രോത്സാഹിപ്പിക്കാറുമില്ല. അല്ല ഈ പ്രസവിച്ചിട്ടുള്ള പെണ്ണുങ്ങളോട് ചോദിച്ചാൽ അറിയാം ഇതൊക്കെ. എൻ്റെയൊക്കെ ചില കൂട്ടുകാരികൾക്ക് പേടിയാണ്, പ്രസവിക്കാൻ ഭയങ്കര പേടിയാണ്. ഞാൻ അത്ര പേടിയുണ്ടെങ്കിൽ മറ്റൊരു മാർഗം ഉണ്ടല്ലോ, അതങ്ങ് എടുത്തോ. ആ സമയമാകുമ്പോൾ ഡോക്ടർമാർ തന്നെ ഇത് എടുത്തു തരും. ഇവിടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും അല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ മറ്റേ ഡെലിവറി ടൈമിലുള്ള അമ്മയുടെ മരണം, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കറിയാം. ഡോക്ടർമാർ ഇതൊക്കെ എന്നും കാണുന്നതാണ്. ഈ പ്രസവം എടുക്കുന്ന ഡോക്ടർമാർ ഒരു ദിവസം 5-10 പ്രസവം എടുത്തുകൊണ്ടിരിക്കുക ഒരു ദിവസം. പഠിക്കുന്ന കാലം തൊട്ട് ഡോക്ടർമാർ ഇത് കണ്ട് അവരവിടെ നിൽക്കുമല്ലേ. അപ്പോൾ അവർ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന്. ഇനി അവർ പറയും. അല്ലാതെ ഇവനാരാ? അല്ലേ ഒരു ഡോക്ടർ വന്നിരുന്നു പറയട്ടെ, ഇവനാരാ ഇത്? ഇവനോടൊക്കെ എന്തിനാ ഇത് ചോദിക്കുന്നേ? ഇവനോ വിവരമില്ല, ഇവനിത് പറയും വേണം, എവിടെ വേണമെങ്കിൽ നടന്ന് പറയാൻ നാണോ ഉളുപ്പും വിവരവും വിദ്യാഭ്യാസവും വെളവും ബോധവും ഇല്ലാത്തവനാണ് ഇവനൊക്കെ. ഇവനും അഖിൽമാരൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ്, തീരെ വിവരമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവരെന്തിനാ സംസാരിക്കുന്ന പോലും എനിക്കറിയത്തില്ല. പ്രസവത്തെ പറ്റിയൊക്കെ വന്ന് ചുമ്മാ അങ്ങ് പറയും ഓരോന്നങ്ങ്. ആരെ ചോദിച്ചതെന്ന് മനസ്സിലാകത്ത ഇവരോടൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രസവം സിസേറിയൻ ആവുന്നത്. ഇനി അതല്ല ഞാൻ പറയുന്നത്, അത്ര പേടിയുള്ളവർക്ക് സിസേറിയൻ വേണേൽ ചെയ്യേണ്ടി വരും. എന്തിനാ അവരായിട്ട് പേടിപ്പിക്കുന്നത്? കൂടുതൽ മാനസികമായിട്ട് അവർ പ്രിപ്പയർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കും. വല്ല ഫോബിയോ വല്ല ഐറ്റോ വല്ലതും ഉണ്ട്, ഒരുതരം മാനസിക പ്രശ്നം ഉണ്ടെന്ന് കരുതുക. അവരെ എന്തിനാ വെറുതെ പീഡിപ്പിക്കുന്നത്? അത്ര നിർബന്ധമാണ് അവരെ അങ്ങ് സിസേറിയൻ ചെയ്യാമെന്ന് അനുവദിക്കുകയല്ലേ വേണ്ടത്? അതൊക്കെ ഇവനാണോ തീരുമാനിക്കുന്നത്? അതാ പെണ്ണല്ലേ തീരുമാനിക്കുന്നത്? അബോർട്ട് ചെയ്യണോ പ്രസവിക്കണോ എന്നൊക്കെ ഉള്ളത് പെണ്ണിൻ്റെ തീരുമാനമാണ്. പെണ്ണിന് മാത്രം തീരുമാനിച്ചാൽ മതി. കാരണം അവരുടെ ശരീരത്തിലേ നടക്കുന്നത്. അതിനകത്ത് കയറി ഇടപെടാൻ ഇവനൊക്കെ ആരാ? ഇവനെന്ത് പ്രശ്നമുണ്ട്? ഇവനെ ഗർഭിണിയാക്കിയാൽ ഇവൻ നന്നാവുമോ?